ഹിന്ദിയിലും തമിഴിലൊക്കെ എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു. അതിലുള്ള കണ്ടസ്റ്റൻസ് തന്നെ അവർ സെലക്ട് ചെയ്യും. എൻ്റെ മോൾ ഗ്രൂപ്പ് അവർ സെലക്ട് ചെയ്തിട്ട് അതിലുള്ള കണ്ടസ്റ്റൻസ് ഇപ്പോൾ തിരിച്ച്, അതായത് രണ്ടാമത് കയറാൻ ആഗ്രഹമുള്ളവരും പിന്നെ അതുപോലെ തന്നെ ഇവർ നോക്കും. ഇവർ ഇന്ന ആൾക്കാരൊക്കെ ചിലവരൊക്കെ പെട്ടെന്ന് പോയിട്ടുണ്ടാവും. ഈ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണുള്ളത്. ചില പെർഫോം ചെയ്ത ആൾക്കാർ പെട്ടെന്ന് പോയിട്ടുണ്ടാവും, പെർഫോം ചെയ്യാത്ത ആൾക്കാർ പലരും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ എല്ലാം പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ പോവില്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇതിൻ്റെ നോൺ ഫിക്ഷൻ ടീമുണ്ട്, ഞാൻ ഇതുപോലെ വിളിച്ച് ചോദിക്കും ബിഗ് ബോസിനെ ഇതുപോലെ വിളിച്ച്, എന്തേ അൾട്ടിമേറ്റ് വല്ലതും തുടങ്ങണ്ട. അപ്പോൾ ഞാൻ ഒരാഴ്ച ശ്രീനിഷില്ലേ, ശ്രീനിഷിനെ കണ്ടപ്പോൾ ശ്രീനിഷിനടുത്ത് ഞാൻ ഇതുപോലെ തന്നെ ചോദിച്ചു, എടാ നീ ഇത് ചേട്ടാ പിന്നെ ഉറപ്പായിട്ടും ചേട്ടൻ ഉണ്ടാവില്ലേ എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഉറപ്പായിട്ടും ഇടാന്ന് പറഞ്ഞു. ഇഷ്ടമാണ്, നമുക്ക് എന്താ പറയണ്ട, പിന്നെ അത് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്. ഞാൻ പിന്നെ എന്താണെന്ന് പറയുന്നത്, ഞാൻ കുറേ കോൺഷ്യസ് ആയിപ്പോയി. എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഞാൻ 35 ഡേയ്സ് ഞാൻ ഒരു ആദ്യത്തെ കാര്യം ഞാൻ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി മുക്കാലോളം ഒക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എൻ്റെ മൈൻഡൊക്കെ മാറി ഇതായിപ്പോയി. പക്ഷെ അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ ആയിരുന്നു നിൽക്കേണ്ട. നമ്മളൊന്നും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കിട്ടിക്കഴിഞ്ഞാൽ ഈ വില്ലൻ വേഷങ്ങൾ ഒരു സമയത്ത് അവാർഡ് കിട്ടിയ വില്ലൻ വേഷങ്ങളുണ്ടല്ലോ ഈ ഷാൻകിൽ ചെയ്യുന്നത്, ആ സമയത്ത് ഈ പറഞ്ഞ എല്ലാവർക്കും ഒരു സമയത്ത് പ്രത്യേകിച്ച് സീരിയലായതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ ഫാമിലീസിലൊക്കെ അത് പെട്ടെന്ന് എഫക്ട് ചെയ്യും. പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഈ വില്ലനെ കാണുമ്പോൾ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? റിയാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നമ്മളെന്തെങ്കിലും മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വിളിക്കുമ്പോൾ അന്ന് ആ സമയങ്ങളിൽ ആ സമയങ്ങളിൽ നമ്മൾ വിളിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെ നല്ല ചിരിച്ചുണ്ട്, ഇത് മറ്റവനല്ലേ ഇത്. അപ്പം നമ്മളെങ്ങനെ അറിയാണ്ട് നമ്മളിപ്പോൾ പരിചയമില്ല, നമ്മളിങ്ങനെ നോക്കി എന്ന് കഴിഞ്ഞാൽ ഒടുക്കത്തിന്നുണ്ടോ അവനെ നോക്കണ്ട, അവൻ്റെ ആ സ്വഭാവം നോട്ടത്തിൽ തന്നെ ഉണ്ടോ അവൻ്റെ സ്വഭാവം എന്താണെന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. പിന്നെ അത് നമ്മൾ സംസാരിച്ച് വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ അതല്ല ക്യാരക്ടർ എന്ന്. ചിലരത് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് വെക്കും, ഇയാളിങ്ങനെയാണ്. അത് ഈ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് എങ്ങനെയാണ്. നമ്മളിങ്ങനെ ഒന്ന് ചിലപ്പോൾ വേറെ വല്ലതൊക്കെ ആലോചിച്ചിരുന്നിട്ടായിരിക്കും നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ആരെങ്കിലും ഒരാൾ നോക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കും. ചിലപ്പോൾ അയാളായിരിക്കില്ല നോക്കുന്നത്, നമ്മൾ ആ വേറെ എന്താ ആലോചിച്ചിരിക്കണായിരിക്കും. അപ്പോഴും ഇതുപോലെ തന്നെ അവൻ്റെ ഇത് നോക്കണ്ടോ, എന്തൊരു ഇതാണോ അവനോ, അവൻ്റെ ക്യാരക്ടർ പോലെ തന്നെ ആ സീരിയലിലുള്ള അതേ സ്വഭാവം ഇത് തന്നെ ഉണ്ട്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലർ പറയും, എന്തിനാ മോനെ ഇങ്ങനെ ദ്രോഹിക്കണത്, ആ കൊച്ചിനെ വെറുതെ വിട്ടുകൂടെ, പാവ ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ, ഇത് ചെയ്തപ്പോൾ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കണമെന്നൊക്കെ. ഞാൻ പറയും, ചേച്ചി ഇതൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ അത് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. നേരത്തെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കുഴപ്പമില്ല കേട്ടോ. ഇപ്പം എല്ലാവരും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ റിയാലിറ്റി ഷോസൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് എൻ്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന്. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ മീഡിയ ഫീൽഡിലായതുകൊണ്ട് തന്നെ ഒരു 90% ആൾക്കാർക്കും ഈ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഇപ്പോൾ ക്യാമറ, എഡിറ്റിംഗ് എന്തോ ആയിക്കോട്ടെ, സിനിമയിൽ ഉണ്ടാവണം, സിനിമയിൽ എന്തെങ്കിലും ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സൈഡിലായിട്ട് ഓരോ ജോലികൾ ചെയ്യുന്ന ആളുകളെ കാണാറുണ്ട്. വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ട് ഇതുവരെ ഓരോ സിനിമയിലോ ഒരു ഡയറക്റ്റ് ചെയ്യാനോ അഭിനയിക്കാനോ പറ്റാത്ത ആളുകളുണ്ട്. ഈ സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫാമിലി പോലും സപ്പോർട്ട് ചെയ്യാത്തൊരു സിറ്റുവേഷനും ഞാൻ കാണാറുണ്ട്. അപ്പം ഇവിടെ ഇപ്പം ഫാമിലിയിൽ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, വൈഫിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ചേച്ചിയെ കുറിച്ച് പറയാതിരിക്കും. ഞാൻ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു സപ്പോർട്ട് വേണം എന്ന് തോന്നാറുണ്ട്. അതായത് ഇതുപോലെ സിനിമ ആഗ്രഹിക്കണം അല്ലെങ്കിൽ ഏത് പാഷനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ഫാമിലിയുടെ സപ്പോർട്ട്. ഞാൻ പറയണത് തീർച്ചയായിട്ടും നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ടും ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടൊക്കെ വേണം. കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഞാൻ പറയുന്നത് സെക്കൻഡറി ആണ്. എപ്പോഴും ഞാൻ പറയുന്നത് എപ്പോഴും ഫാമിലിയാണ് നമുക്ക് ഫസ്റ്റ്. കാര്യം നമുക്ക് എന്ത് ഉണ്ടായാലും നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മളുടെ ബിലോങ്ങിങ്സ്, നമ്മുടെ ഈ പറയുന്ന പോലെ അച്ഛൻ, അമ്മ, ബ്രദർ, വൈഫ്, മക്കൾ, ഇവരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ എന്ത് ആപത്ത് വന്നാൽ പോലെ, നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ പോലെ ശ്രദ്ധിച്ചാൽ മതി, ഈ ഫ്രണ്ട്സുകളൊക്കെ എത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോഴും ഫാമിലികൾ. തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തുണ്ടെങ്കിൽ നമ്മൾ ഫാമിലിയായിട്ട് അത് ഷെയർ ചെയ്യുക. ഫാമിലിയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അല്ലാതെ ഫാമിലി നമ്മളുടെ പാരൻസ് ആണെങ്കിലും വൈഫാണെങ്കിലും എന്തിനാണ് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കണം, വെറുതെ കുടുംബം നോക്കേയില്ല. നമ്മൾ മുന്നോട്ട് ഇറങ്ങി മുള്ളാണെങ്കിലും നമ്മൾ മുറുക്കെ പിടിക്കുക എന്നുള്ളതാണ്. ചോര പൊടി എന്നാലും നമ്മൾ വിടരുത്. നമ്മൾ ആ ഒരു പാഷൻ നമ്മുടെ ഉള്ളിൽ ആ ഒരു
ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മിക്ക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പറയണം നമ്മൾ ആഗ്രഹിക്കുക എന്താണെന്ന് നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ആക്ടിങ് ആണെങ്കിലും IT മേഖല എന്താണ് നമ്മുടെ മനസ്സിൽ ഡോക്ടറാണ് എഞ്ചിനീയർ നമ്മളത് അതിനെക്കുറിച്ച് ആഗ്രഹിക്കുക. നമ്മൾ ആഗ്രഹിച്ച് അതിനോട് പരിശ്രമിക്കുക. ആ പരിശ്രമം പിന്നെ അതുപോലെ പ്രാർത്ഥിക്കുക. ഈ 3 കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ആഗ്രഹം വേണം. അത് നമ്മൾ ആ ചെന്നെത്തണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് സീരിയലാണെങ്കിലും ഫിലിമാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ആക്ടിങ്ങിനെക്കുറിച്ച് എനിക്കത് ചെയ്യണം. അതിനുവേണ്ടി പിന്നെ അടുത്ത ഇതെന്താണ്, ആരെയൊക്കെ വിളിക്കണം, അതിനോട് കണക്ട് ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെ വിളിച്ച് നമ്മൾ പിന്നെ അതുപോലെ പ്രാർത്ഥന. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമ്മൾ തീർച്ചയായിട്ടും അച്ചീവ്മെൻ്റ് എത്തുള്ളൂ. പിന്നെ ചോദ്യം ചോദിച്ച ഇതാണ് ഞാൻ പറഞ്ഞ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. കാര്യം നമ്മൾ ഒറ്റപ്പെട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരൊക്കെ ആർട്ടിസ്റ്റുകളാണെങ്കിലും ചിലപ്പോൾ ആദ്യമായിട്ട് സംസാരിക്കുന്നവരെ പറയുന്ന പോലെ അവരുടെ കുറേ വിഷമങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാര്യം ഒരു സപ്പോർട്ടും ഇല്ല. വീട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറയാം അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഉള്ളിൽ എന്താണ് ആഗ്രഹം, ആ ആഗ്രഹത്തിലോട്ട് എത്തും നമ്മൾ. പക്ഷേ അതിനുവേണ്ടി പരിശ്രമിക്കുക. എന്നെ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു 3-4 പേർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ആർട്ടിസ്റ്റുകൾ ഈ പറയുന്ന പോലെ അവർക്ക് വർക്കില്ല. അവരിതുപോലെ തന്നെ ചോദിച്ചു, ചേട്ടാ എന്താണ് ഒന്ന് ഇങ്ങനെ വർക്ക് വരുന്നില്ല, ഇതില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ എല്ലാം തീരുമാനിക്കുന്ന ചാനൽസാണ്. ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ അവരല്ലേ ഇപ്പോൾ ചാനൽസാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏതാൾ വേണം. ഇപ്പോൾ ഇവിടെ എന്നെ ഇതാക്കണമെങ്കിലും ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ സ്ക്രിപ്റ്റ് റൈറ്ററോ വിചാരിച്ചിട്ട് അത് ചാനലിലോട്ട് ഫോർവേഡ് ചെയ്യും. ഫോട്ടോ ഇന്ന ആളാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു അപ്രൂവൽ വരും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്കൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഫാമിലി ഇപ്പോൾ ചില ആൾക്കാർ അത്ര അറ്റാച്ച്ഡ് ആയിരിക്കില്ല. എന്നാലും നമുക്കൊരു സൗഹൃദം, ഒരാളോ 2 ആളോ എത്രയോ പേരുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ആലോചിക്കുക. നമുക്കൊരു സപ്പോർട്ട് നമ്മൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയി പോകും. ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മളെടുത്ത് പറഞ്ഞു കണ്ടായിരുന്നു കേട്ടാ നന്നായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ വർക്കില്ലാതെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഏറ്റവും കൂടുതൽ ഇപ്പം ഏത് സീരിയൽ കഴിഞ്ഞ് കഴിഞ്ഞാലും അപ്പം തന്നെ എനിക്ക് വോയിസ് ഇട്ട് തരും. എൻ്റെ ഫോണിൽ നോക്കിയാൽ അറിയാം. എപ്പോഴും ഞാൻ വൈഫിനെ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കും. ഇത്ര അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഞാൻ വർക്കില്ലാതെ ഇപ്പോൾ സ്വയംവരം എന്ന സീരിയൽ ഇപ്പോൾ സ്റ്റോപ്പായുള്ളൂ. അപ്പോൾ കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞത് കാര്യം അത് 15 to 30 ആണ് അതിൻ്റെ ഡേറ്റ്. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്കി 2 സീരിയൽ എന്ന് പറഞ്ഞാൽ 1 to 15 ആണ്. അപ്പോൾ ഈ 15 to 30 ഞാൻ വീട്ടിലാണ്. അപ്പോൾ പുതിയ പ്രോജക്റ്റ് പറഞ്ഞവരെ അപ്പോൾ അമ്മ എപ്പോഴും പറയണേ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ടെൻഷൻ ആവണ്ട, വരും എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് വേണം. അത് മസ്റ്റാണത്. അതെ, അതിപ്പോൾ ഉണ്ട്. അതിൻ്റെ ഈ പ്രാർത്ഥനയുടെ റിസൾട്ടാണ് ഇപ്പോൾ സജീവമായിട്ട് ചേട്ടൻ ഇപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്താ പറയണ നമുക്ക് അതിനോടൊരു പാഷൻ വേണം. നമ്മൾ അവിടെ ചെന്ന് എന്താ പറയുക നമുക്കിപ്പോൾ നമ്മൾ വെറുതെ നമ്മൾ വീട്ടിലിരുന്നിട്ട് വന്നോളും അല്ലെങ്കിൽ അങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അതിനോടുള്ള ഒരു പാഷൻ, ആഗ്രഹം, അത്യാഗ്രഹം എന്നുള്ള പറയുന്നില്ല, മാക്സിമം അത് ആഗ്രഹിക്കുക. പിന്നെ അത് പിടിച്ചെടുക്കാനുള്ള നമ്മുടെ കയ്യിലോട്ട് എത്താനുള്ള ഒരു ഇതും കൂടി എഫേർട്ടും കൂടി നമ്മൾ എടുക്കണം. അല്ലാതെ നമുക്ക് കിട്ടില്ല. അതെല്ലാവർക്കും താങ്കളുടെ മേഖലകളിലാണെങ്കിലും നമ്മൾ ഒരേ മേഖലയാണെങ്കിലും ആങ്കർ ആണല്ലോ. ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും വേണം. പലരും ചെയ്യാത്തൊരു കാര്യം അതാണ്. പക്ഷെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഞാൻ ഓൾമോസ്റ്റ് മിക്കവരും ഇപ്പോൾ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് ഈ ഫീൽഡിൽ തന്നെ, മനീഷ് എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇതുപോലെ തന്നെ പുള്ളിക്ക് 2 പ്രോജക്റ്റ്. കാര്യം ഇപ്പോഴും ഞാൻ പറയുന്നു ഈ മേഖലയിൽ എൻ്റെ അനുഭവം ഉണ്ട്. ഞാൻ പറയണത് കൂടുതൽ ആൾക്കാരും നമ്മളുടെ അതായത് ആക്ട്രസസ് ആയാലും അവരോട് പറഞ്ഞു കഴിഞ്ഞാലൊന്നും കാര്യം ഇന്നതൊരു കോമ്പറ്റീറ്റീവ് ഫീൽഡാണിത്. അവന് ചാൻസ് കൊടുത്തെങ്കിൽ എൻ്റെ ചാൻസ് തെറിക്കുമോ, അതാണ് ഇപ്പോഴത്തെ ചിന്ത. കാര്യം ചിലപ്പോൾ അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ ഞാൻ മാക്സിമം എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഒരാളെയും ഇതാക്കല്ലേ അതിലൊന്നും കിട്ടൂലടാ, വെറുതെ ട്രൈ ചെയ്യണ്ട എന്നൊന്നും ഞാൻ പറയും. ചെല്ല് നോക്ക്. ഞാൻ പറയും ഊണ് മേടിച്ച് തരാൻ പറ്റിയില്ലെങ്കിലും ഊട്ടുപുര കാണിച്ചു തരാമെന്ന് പറയും. കാര്യം നമുക്ക് ചില മേഖലകളിൽ പരിമിതികളുണ്ടാവും പറയണേ. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ പ്രോജക്റ്റ് തുടങ്ങാൻ പോകുന്നുണ്ട്. ഈ മനീഷിനാണെങ്കിൽ ഇപ്പോൾ 2 പ്രോജക്റ്റ് ഞാനത് എന്നുവെച്ചാൽ അതിനുള്ള ഈ പറഞ്ഞ പോലെ വഴി കാണിച്ചു കൊടുത്ത് ഗോഡ്സ് ഗ്രേസ് അത് ഓക്കെ ആയി. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഇതുപോലെ കൊടുക്കുക, നമുക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്.
വർക്കൗട്ട് ചെയ്താലേ നമുക്കൊരു എന്താ പറയുക മോട്ടിവേഷൻ, ഒരു എനർജി, ഒരു പോസിറ്റിവിറ്റി ഒക്കെ നമുക്ക് വരുള്ളൂ. മറ്റേന്ന് പറയുമ്പോൾ ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. പോയില്ല എന്നുണ്ടെങ്കിൽ മടി പിടിച്ചാൽ തീർന്നു. മടി പിടിക്കാൻ നിൽക്കരുത്. ഇപ്പം നമുക്ക് വേണേ ഇനിയിപ്പോൾ നാളെ ഇന്നിപ്പോൾ ഒരു സുഖമില്ല അങ്ങനെ നോക്കിയാൽ തീർന്നു. നാളെ നമ്മൾ വേറെ എന്തെങ്കിലും കമ്മിറ്റഡ് ആവും, നേരെ വേറെ എന്തെങ്കിലും ഇത് വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യും. അതിപ്പോൾ ഷൂട്ടിംഗ് ഡേയ്സ് ആണെങ്കിലും ഞാൻ അതിനിപ്പോൾ ഒരു ചീത്തപ്പേര് വന്നിരിക്കണേ എനിക്ക്. അത് വരാം, അതിലോട്ട് വരാം. വർക്കിന്റെ ഇടയ്ക്ക് തന്നെ ജിം ചെയ്ത് അല്ല, ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ് സീരിയലിൻ്റെ കൂടുതൽ വർക്ക് നടക്കുന്നത്, അപ്പോൾ വർക്ക്സ് നടക്കുന്നത്. അപ്പോൾ അവിടെ രാവിലെ ഒരു 5:30 ആകുമ്പോൾ ഞാൻ എണീക്കും. അപ്പോൾ ഒരു 6 മണി തൊട്ട് 7 മണി വരെ 1 മണിക്കൂർ രാവിലെ. കാര്യം ഞാൻ താമസിക്കുന്നത് ജിമ്മായിട്ട് അധികം ദൂരമില്ല, അവിടുത്തെ ജിമ്മായിട്ട്. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ നേരത്തെ ഷൂട്ട് കഴിയണമെങ്കിൽ വൈകിട്ട് പോകും. ഇപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും എപ്പോഴാണ് സീൻ, എപ്പോഴാണ് രാവിലെ ഉണ്ടോ? അപ്പോൾ അറിയില്ല ചേട്ടാ രാവിലെ ഇല്ല, എന്തായാലും ഒരു 2 സീൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം തന്നെ അവിടെ ചോദിച്ച് സെറ്റാക്കി രാവിലെ പോവും. രാവിലെയൊക്കെയുള്ള സീൻ തന്നെ പിന്നെ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ ചെന്ന് ഞാൻ പറയും നേരത്തെ തീർക്കുമെന്ന്, തീർക്കണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ആരും ഒന്നും പറയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഹെക്ടിക് ഷെഡ്യൂൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാനത് എങ്ങനെയെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യും. അത് വലിയൊരു ആൻസർ. ചിലര് ഇന്ന് ഉറങ്ങാം നാളെ പോവാം അങ്ങനെയൊക്കെ വെച്ച് അയ്യോ നാളെ എന്നുള്ള ചിന്ത ഇല്ല. ഇന്നെന്നുള്ള ചിന്ത, ഇന്ന് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ തീർന്ന് കാര്യം. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ എന്നെ സംബന്ധിച്ചിങ്ങനെ ബ്ലഡ് എപ്പോഴും ഇങ്ങനെ ഹീറ്റായിട്ട് നിൽക്കണം, എന്നാലും നമുക്കൊരു എനർജി ഫീൽ വരുള്ളൂ. ഇല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ മുട്ടുവേദന കാര്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ഈ കസേര കഴിഞ്ഞാൽ അപ്പുറത്തെ കസേര, ആ കസേര കഴിഞ്ഞാൽ നേരെ കാറ്, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും നിലത്തിരിക്കുന്നു അല്ലെങ്കിൽ ഈ മുട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നു, എന്താ പറയുക, അങ്ങനെയുള്ള എക്സസൈസ് ഒന്നുമില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നിലത്തിരുന്നിട്ടായിരുന്നല്ലോ, മുട്ടൊക്കെ മടക്കിയിട്ടായിരുന്നല്ലോ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും നിൽക്കുക, കസേരയിൽ ഇരിക്കുക, കാറിൽ കയറുക, ഇരിക്കുക, ഇത് തന്നെയുള്ളൂ. താഴത്തോട്ട് ആരും പോകുന്നില്ല.